ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ പണിയായ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കടി ഉണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ. നമ്മുടെ ശീയപ്പല്ലേ, പച്ചരി തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ മിക്സിയിലൊക്കെ അരച്ചെടുത്ത് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പത്ത് കയറ്റി വെച്ചിരിക്കണേ. ചട്ടി ചൂടായി അന്ന് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയല്ലല്ലോ, അപ്പം. ഇന്നത്തെ ദോശയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. തലേ ദിവസത്തെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി ഉണ്ടായിന്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. കറി എല്ലാവർക്കും ഒന്നും രാവിലെ ഈ അപ്പത്തേക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ കറി അധികം വേണ്ട ആള് അജു ആണ് കേട്ടോ. ചിലപ്പോൾ കുഞ്ഞുട്ടി കറിയൊന്നും ഇല്ലാതെയാണ് ഈ അപ്പം കഴിക്കുക കേട്ടോ. അതിൻ്റെ ഇടക്ക് കുഞ്ഞുട്ടി ഒന്ന് സഹായിച്ചെന്നതാണ് കേട്ടോ. കണ്ടില്ല നിങ്ങളപ്പം സിനിമോൻ വന്നപ്പോഴേ ഞാൻ തീ ഓഫ് ആക്കിയിട്ടിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഗ്യാസ് കത്തിക്കണമെന്നൊന്നും നോക്കാതെ മണ്ടി ഒന്നും കണ്ട് അപ്പത്തിന് മാവ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതാ ആ മാവ് ഈ കോലത്തിലായിക്കത്. അപ്പോൾ വല്ലപ്പോഴും അടുക്കളയിൽ കയറി ഇങ്ങനെയൊക്കെ സഹായിച്ചു തരുന്ന കെട്ടിയന്മാരെ നിങ്ങൾക്ക് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം അങ്ങനെ ഒരു അപ്പം സ്വാഹ. അപ്പോൾ രണ്ടാളും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറി മദ്രസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ജനുമോനോടാണ് ആ വർത്താനം പറയുന്നത് കേട്ടോ. ഉമ്മച്ചിനോട് സലാം പറഞ്ഞു. ഉമ്മച്ചിനെ കഴിയുമ്പതാ സലാം പറഞ്ഞോ. സലാം അലൈക്കും. വലൈക്കും സലാം. ഗൈസ് അപ്പോൾ രണ്ടാളും മദ്രസ്ക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാനും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ ആകെ ഒന്ന് ഒതുക്കി വെക്കണം. എല്ലാവരും ചായയുടെയും കഴിഞ്ഞ് ആകെ മൊത്തത്തിൽ പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളെ വാതിലിൻ്റെ ഡോർ ഉണ്ടെങ്കിലേ അപ്പോൾ ബോർഡാണ് കേട്ടോ, നിയമമുള്ള ബോർഡാണ്. അതിന് എഴുതാത്തതൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എത്ര തോത്തി തുടച്ച് വെച്ചാലും അത് വീണ്ടും അതേപോലെ തന്നെ ആവും. അപ്പം ഇപ്പോൾ 2 ദിവസം മുന്നേ എഴുതിയതാണ് കേട്ടോ. അത് മായ്ച്ചും പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ എഴുതും. പിന്നെ വാതിൽ തുറന്ന് വെക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വാതിൽ തുറന്നല്ലേ ഇടുക. അപ്പോൾ പിന്നെ വല്ലാണ്ട് അത് ഇങ്ങോട്ട് കാണില്ല. അതാണ് പിന്നെ ഞാൻ എപ്പോഴും അതിങ്ങനെ മായ്ക്കാത്തത് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നീക്കുട്ടി ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഓൾ ഉറങ്ങണതിന് മുന്നേ തന്നെ ടീച്ചർ വിട്ടതുകൊണ്ട് ഓൾ അതൊക്കെ എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അതുകൊണ്ട് ആ പണിയൊന്നും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു കുട്ടീൻ്റെ മുടി കളയലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിന്. ഇന്നലെ കേട്ടോ ഉണ്ടായിരുന്നത് പരിപാടി. അപ്പോൾ ഇന്നലെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇറച്ചി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ ഞാനത് മുറിച്ച് കഴുകി കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ബീഫ് കറിയും പിന്നെ തേങ്ങാച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
അപ്പം ഞയ്ക്കില്ലേ ഉള്ളി, ചെറുള്ളി, വെളുത്തുള്ളി സംഗതികളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് നമ്മുടെ ബീഫ് കുക്കറിൽ വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് കുക്കറിൽ തന്നെയാണ് വെച്ചിരിക്കണത്. അപ്പോൾ തന്നെ മക്കളൊക്കെ മദ്രസൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. ജനുമോനിൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ഓനെ കളിപ്പിക്കുകയാണ് ഈ നിയമോള്. രണ്ടാളും സ്കൂളിലൊക്കെ പോകാൻ ഒരുങ്ങി. മാസ്ക് എങ്ങനെ ഇട്ടിക്കണേ? ആ കട്ടിലെ ഭാഗം മുകളിലാണ് വരിക. തിരിച്ചിട്. ഈ ഭാഗം മുകൾക്കാക്ക്. എന്നിട്ട് ഈ മൂക്കിന്റെ അവിടെ ഇങ്ങനെ 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 ഒന്ന് അമർത്തി കൊടുക്ക്. ആ അപ്പൊ അങ്ങനെ മൂത്ത് രണ്ട് ഭാഗല്ലേ കൂട്ടി പ്രസ് ഇത് അങ്ങനെ കുഞ്ഞാത്തിയും കുഞ്ഞാക്കിയൊക്കെ സ്കൂളിൽ പോയി. ഓലൊക്കെ പോയി ഞങ്ങൾ വണ്ടി കയറ്റി കൊടുത്തു. അപ്പം ഞാനും സെനിമോനും ഒറ്റക്കായിട്ടോ. ഞാനും സെനിമോനും ഒറ്റക്കാവുമ്പോൾ തുടങ്ങും സെനിമോൻ്റെ ഇളക്കം. ഒറ്റക്കല്ലേ, ആരുമില്ലല്ലോ. അപ്പം എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഞാൻ കുക്കറിൽ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനി. ഇനിയിപ്പോൾ നമ്മുടെ ഈ തേങ്ങാച്ചോറും കൂടിയാണ് ഉണ്ടാക്കേണ്ടത്. തേങ്ങാച്ചോറുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി അരിഞ്ഞെടുക്കലാണ് വലിയ പ്രശ്നം. ഉള്ളി തൊലി കളഞ്ഞെടുക്കൽ. അപ്പോൾ ഇതാണെങ്കിലോ പറ്റ ചെറിയ ഉള്ളി ആയും ചെയ്തിക്കണേ, വലിയ വലിയ ഉള്ളികളെ. അപ്പം ഞാനൊരു തക്കിടിപ്പണി കാട്ടുന്നതാണ്. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഉള്ളിയിൽ നോക്കിയിട്ട് വലിയത് നോക്കിയിട്ട് എടുക്കും. അങ്ങനെ എടുത്ത് ലാസ്റ്റ് വരുമ്പോൾ പണി കിട്ടുന്നത് നമുക്ക് തന്നെയല്ലേ. ഇതാ ലാസ്റ്റ് ഇല്ലേ നുള്ളു ചെറിയ ചെറിയ കുഞ്ഞ് ഉള്ളികളൊക്കെ ഞാൻ കുറച്ച് നേരം മെനക്കെട്ടിരുന്ന് തൊലിച്ച് റെഡിയാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പം ഞാനത് കേക്കി കൊണ്ടുവന്ന് ഇനി അതൊന്നും ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ മക്കൾ രണ്ടും സ്കൂളിൽ പോയതുകൊണ്ട് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് രണ്ടാളും ഇല്ല കേട്ടോ. അപ്പം ഇന്ന് തേങ്ങ വെള്ളം എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാം എന്ന് ഞാനൊന്ന് മനസ്സിലൊന്ന് വ്യാമോഹിച്ചെങ്കിലും ആ മോഹം നടന്നില്ല. വലിയൊരു പാത്രമൊക്കെ വെച്ച് ഞാൻ തേങ്ങ വെള്ളം ശേഖരിക്കാൻ അതിൽ കിട്ടിയ വെള്ളമാണത്. വലിയൊരു തേങ്ങയിൽ ഒരു ഇത്തിരി വെള്ളം, ഒരു തുള്ളി വെള്ളമാണെങ്കിലും എല്ലാ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുള്ളി വെള്ളമല്ലേ ഞാൻ തന്നെ കുടിച്ച്. എന്നിട്ട് നമ്മുടെ തേങ്ങ ചിരവിട്ടിട്ടാണേ. തേങ്ങാച്ചോർക്ക് തേങ്ങ മസ്റ്റാണല്ലോ. തേങ്ങാപ്പാലും ചേർക്കണമല്ലോ കേട്ടോ. നമ്മൾ പിന്നെ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. തേങ്ങ ചിരകിട്ടിട്ട് അത് മാത്രം ഇട്ടിട്ട് അങ്ങനെയാണ് വെക്കലാണ് കേട്ടോ. അപ്പം നമ്മുടെ കുടുക്കെടുത്തിക്കണ്. കുടുക്കിക്ക് ഞാൻ നമ്മൾ സാധാ ചോറുക്കുന്ന അരിയില്ലേ അത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ നല്ല വേവില്ല മട്ടരി വെച്ചിട്ടും ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ നേരെ വേവിക്കണം. അപ്പം ഇനിയിപ്പോൾ മട്ടരി ആണെങ്കിൽ വെന്തങ്ങോട്ട് കിട്ടില്ല. അപ്പം ഞാൻ സാധാ റേഷൻ അരിയും അതിക്ക് പിന്നെ തേങ്ങയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും പിന്നെ അതിൽ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളത്തിന് ഞാനൊരു കമ്മട്ടത്തിലാണ് ഒഴിച്ചലാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ബിരിയാണി മാതിരി ദമ്മിടുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു പാകത്തിന് ഒരു കമ്മട്ടത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഞാൻ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചെടുത്തിട്ട് തേങ്ങാച്ചോറ് അടുപ്പത്ത് കയറ്റണം. രണ്ട് ചിരട്ടട്ടീൻ്റെ ഉസാറാണ് കേട്ടോ. നല്ല ഉഷാറായിട്ട് കത്തണുണ്ട് തീ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാച്ചോറ് ഇപ്പോൾ ഏകദേശം ഒരുവിധമൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് പിന്നെ ഞാൻ കനലിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. തേങ്ങാച്ചോറാകുമ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇങ്ങനെ കനലിൽ കിടന്ന് ബാക്കി ഇങ്ങനെയാണ് വെന്ത് കിട്ടിക്കോളും.
അങ്ങനെ തീയൊക്കെ പിരിച്ചിട്ടുണ്ടേ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതൊക്കെ അലക്കിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് ഞാൻ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിന്. അപ്പോൾ ഞാനും ജനുമോനും കൂടിയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. ഇന്ന് കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസേനെ. അപ്പോൾ ഞാൻ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ, ജനുമോനെ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അലക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനുമോൻ ഉപ്പച്ചിനെ നല്ല ഉഷാറായിട്ടോ കടത്തി ഉറക്കിക്കണേ. ഓനിതിലെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ജനുമോനും കൂടിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ സ്കൂളൊക്കെ വിട്ട് മക്കളൊക്കെ വന്നു കേട്ടോ. 4:30 ആയപ്പോ സ്കൂള് വിട്ട് വന്നു. ഇപ്പൊ വന്നേക്ക് രണ്ടാളും വേഗം കുളിച്ചലാണ് കേട്ടോ. ഇപ്പൊ നിപ്പിയും അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ആയതുകൊണ്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കളി. ഇപ്പൊ വീട്ടിലുള്ള യൂണിഫോമിന്റെ ഷർട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞത്തെ പഴയതാണ്, അജു വീട്ടിലിടുന്നതാണ് അത് കേട്ടോ. ശർക്കര തെരഞ്ഞെടുക്ക കൊള്ളത്തി ഒന്നും കൂടിയില്ല. എപ്പ തുടച്ചതാ നഖം ഇപ്പോഴും ഉണങ്ങി. ചായ അരറ്റേ ബീഫ്. ഇന്നിപ്പോ ഞാൻ ഓൾക്ക് പ്രത്യേകിച്ച് 4 മണിക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടല്ലോ, അപ്പം അതന്നെയാണ് എനിക്ക് 4 മണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോറൊന്നും കഴിക്കലൊന്നുമില്ല, പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലും വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ തേങ്ങാച്ചോറൊക്കെ ആണെങ്കിലും ഉള്ളൂ കേട്ടോ ആ സമയത്ത് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ കടി തന്നെ വേണ്ടി വരും. എന്താ എനിക്കുള്ള ഗിഫ്റ്റ്? അന്നൂടെ ആരത്? ആരോടെ ഒളിഞ്ഞു നോക്കണേ? കടിക്കുള്ളിട്ടാളെ അണ്ണേനിയാണ് ഹായ് ഹായ് കാണിച്ചെന്നതാ. പിടിച്ചു പൊന്തട്ടെ 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 പൊന്തട്ടെ. അമ്മച്ചിക്കുള്ള ഗിഫ്റ്റാ. നിയമോളെ വക ഇടക്ക് ഇതേപോലെ ഓരോരോ ഗിഫ്റ്റ് കിട്ടലുണ്ട് കേട്ടോ. തുറക്ക്. അതാര വരച്ചെന്തടി? ആ കറുപ്പൊക്കെ കണ്ടെന്താ മുടിയോ? ഇത് മുടി. എത്ര തോനെ മുടിയൊക്കെ. ആ മുടി ആരാ അങ്ങനെ ഭംഗിയാക്കിട്ട് ആരാ വരച്ചെന്നേ? ഇത് റീനു. പിന്നെ വരച്ചതാ? ഇത് ഞാൻ വരച്ചു. ഈ കജ്ജ് റീനു വരച്ചു. ഈ മുഖം ഞാൻ വരച്ചു. ഫുള്ള് തുറക്ക്. മുടിയില്ലാത്ത മുട്ട പൊട്ടി. നീർത്തി പിടിച്ച് ഒന്നായിട്ട് നീർത്തി പിടിച്ചേ. ഫുൾ നീർത്തി പിടിച്ചേ. വാവ് വണ്ടർഫുൾ. ഇതെന്താ കപ്പൽ പോലെ ഇരിക്കണ? എന്താ നമ്മളെ വീടാണ്. ഇതെന്താന്നറിയോ? മാങ്ങ മൂച്ചി ഉണ്ടല്ലേ. എത്ര 4 മാങ്ങ പഴുത്തതും 3 മാങ്ങ 4 മാങ്ങ പച്ചയും 3 മാങ്ങ പഴുത്തതോ? ഗുഡ് ഗേൾ, വെരി ഗുഡ്, അടിപൊളി. ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കാർഡ് ഉണ്ടാക്കിയ അതല്ല എന്നെ വരച്ച് വെച്ച് നല്ല ഇഷ്ടായി. തുറന്ന ഇന്നൊന്നും കൂടി വരച്ചാണുണ്ട്. എന്താന്നറിയോ? ഈ കുട്ടീനെ വരക്കണം. ജനുമോനെ ജന്മോനെ എങ്ങനെ വരക്കുന്ന ഞാൻ ഉദ്ദേശിച്ചേ. ജനു നീന്തലും അടങ്ങിയില്ലേ, ഇതിന്റെ ഉള്ളിലാണ്ട് വരക്കാം.
ഇപ്പൊ മഴ ആയതുകൊണ്ട് പുറത്തുള്ള കളിയും പരിപാടികളൊന്നും നടക്കൂല. അപ്പൊ പിന്നെ കളറിങ്ങും പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് രണ്ടാളും അകത്ത് അങ്ങനെ ആ ഒരു വൈകുന്നേരം ആവണ വരെ അങ്ങനെ കഴിച്ചു കൂട്ടും കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്താൽ പിന്നെ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോകും. അപ്പോൾ നല്ല മഴ പെയ്യേണ്ട ആ സമയത്ത് അപ്പൊ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. മഴയൊക്കെ മിസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മഴയൊക്കെ ഷൂട്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ആ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണൂലേ. പിന്നെ മരുവിന് വാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒത്തും പാട്ടും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് സമയങ്ങളാണ് കേട്ടോ. രണ്ടാളെ പിന്നാലെ രണ്ടാളി നടുവിലായിട്ട് ഇരിക്കണം, രണ്ടു ഭാഗത്തേക്കും വേണം. ഇതാ അവിടെ മൂന്നാമൻ ഓലേക്കുന്ന ഒരു ബുക്കൊക്കെ പേകി പറഞ്ഞ് ഒരു റഫ് ബുക്കൊക്കെ വാങ്ങിയിട്ട് അത് ഇതാ പിച്ചി ചീന്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അയച്ചു വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.